Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനം. തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ മെയ് ദിന റാലിയും പൊതുയോഗവും നടത്തി. CITUവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ പെരുമ്പ കേന്ദ്രീകരിച്ച് നടത്തിയ മെയ് ദിന റാലി CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. INTUC പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മെയ് ദിന റാലി INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പുന്നച്ചേരിയിൽ അപകടത്തിൽപ്പെട്ട ഗ്യാസ് സിലിണ്ടർ ലോറി അപകട സ്ഥലത്തു നിന്നും മാറ്റിയില്ല. ഭീതിയോടെ നാട്ടുകാർ. പുന്നച്ചേരി പെട്രോൾ പമ്പിന് മുന്നിൽ റോഡരികിലാണ് ലോറി പാർക്ക് ചെയ്തിരിക്കുന്നത്. സ്ഫോടന സാധ്യതയുള്ള ഗ്യാസ് സിലിണ്ടർ ലോറി ജനവാസ കേന്ദ്രത്തിൽ പാർക്ക് ചെയ്തത് ജനങ്ങളുടെ വ്യാപക പ്രതിഷേധത്തിന് കാരണമാകുന്നു. കാനായി മണിയറയിൽ കോൺഗ്രസ് പ്രവർത്തകനായ കോളേജ് അധ്യാപകനു നേരെ അക്രമം. മണിയറ സ്വദേശിയും മാടായി കോളേജിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനുമായ P. രജിത് കുമാറിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. അക്രമത്തിന് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മാസങ്ങൾക്ക് മുൻപ് ടാങ്കർ അപകടത്തെ തുടർന്ന് തകർന്ന പഴയങ്ങാടി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിച്ചില്ല. പ്രദേശത്ത് അപകടങ്ങൾ പതിവാകുന്നു. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം വ്യാപകം. വാർത്തകൾ വിശദമായി. മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനം. CITUവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പെരുമ്പ കേന്ദ്രീകരിച്ച് മെയ് ദിന റാലി സംഘടിപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ റാലി ഉദ്ഘാടനം ചെയ്തു. ലോക തൊഴിലാളി ദിനമായ മെയ് ദിനം പയ്യന്നൂരിൽ സമുചിതമായി ആചരിച്ചു. പെരുമ്പ കേന്ദ്രീകരിച്ച് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന റാലിയിലും ഗാന്ധി പാർക്കിൽ നടന്ന പൊതുയോഗത്തിലും ആയിരക്കണക്കിന് തൊഴിലാളികൾ അണിനിരുന്നു. 100 കണക്കിന് മോട്ടോർ സൈക്കിളിൽ ചുമട്ടുതൊഴിലാളികൾ പ്രകടനത്തിന് മുന്നിലായി പതാകയേന്തി സഞ്ചരിച്ചു. CITU, AITUC സർവീസ് സംഘടനകൾ എന്നിവർ സംയുക്തമായാണ് മെയ് ദിനാചരണം സംഘടിപ്പിച്ചത്. NB ഭാസ്കരന്റെ അധ്യക്ഷതയിൽ ചേർന്ന റാലി CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. TI മധുസൂദനൻ MLA, PV കുഞ്ഞപ്പൻ, P. സന്തോഷ്, V. നാരായണൻ, MB ദാമോദരൻ, VK ബാബുരാജ്, രജനി മോഹൻ, CV നാരായണൻ, M. രേഖ, KK ഗംഗാധരൻ, KK കൃഷ്ണൻ, M. രാമകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുന്നച്ചേരിയിൽ അപകടത്തിൽപ്പെട്ട ഗ്യാസ് സിലിണ്ടർ ലോറി അപകട സ്ഥലത്തു നിന്നും മാറ്റിയില്ല. ഭീതിയോടെ നാട്ടുകാർ. പുന്നച്ചേരി പെട്രോൾ പമ്പിന് മുന്നിലെ റോഡരികിലാണ് ലോറി പാർക്ക് ചെയ്തിരിക്കുന്നത്. സ്ഫോടന സാധ്യതയുള്ള ഗ്യാസ് സിലിണ്ടർ ലോറി ജനവാസ കേന്ദ്രത്തിൽ പാർക്ക് ചെയ്തത് ജനങ്ങളുടെ വ്യാപക പ്രതിഷേധത്തിന് കാരണമാകുന്നു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് ഗ്യാസ് സിലിണ്ടർ ലോറിയും കാറും കൂട്ടിയിടിച്ച് ചെറുകുന്ന പുന്നച്ചേരിയിൽ അപകടം നടന്നത്. അപകടത്തിൽ കാർ യാത്രികരായ 5 പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു. അപകട സ്ഥലത്തു നിന്നും അപകടത്തിൽപ്പെട്ട കാർ കണ്ണപുരം പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് മാറ്റിയെങ്കിലും 100ഓളം ഗ്യാസ് സിലിണ്ടർ നിറച്ച ലോറി റോഡരികിൽ തന്നെ പാർക്ക് ചെയ്ത അവസ്ഥയിലാണ്. യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെയാണ് ലോറി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ലോറി ഇവിടെ നിന്ന് മാറ്റി ഗ്യാസ് സിലിണ്ടർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുവാൻ ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ അടുത്ത് പെട്രോൾ പമ്പാണ്. അത് ഫുൾ നിറച്ച ഗ്യാസ് വണ്ടിയാണ്. ഇന്നേക്ക് 3ാമത്തെ ദിവസമാണ്. ഇപ്പോൾ ഇതായിട്ട് മിഞ്ഞാന്ന് രാത്രി നടന്നതാണ് അപകടം. അത് പെട്രോൾ പമ്പാണ്. നല്ല ചൂടിലെ സമയമാണ് ഇപ്പം, നല്ല ഇതായിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും എമർജൻസി ആയിട്ട് ഇന്ന് രാത്രി തന്നെ ഒരു മാറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഇത് നാട്ടുകാർക്ക്. അടുത്ത് വീടുണ്ട്, പെട്രോൾ പമ്പാണ്. എന്നൊരു ആക്സിഡൻറ്റ് വരുന്നവരെ ഇവിടെ വെച്ച് നിൽക്കാൻ പാടില്ല. അപ്പറിപ്പുറം ഇതിലെ സ്ഥലമാണത്. പുന്നച്ചേരിയിലെ പെട്രോൾ പമ്പിന് മുന്നിലാണ് ലോറി പാർക്ക് ചെയ്തിരിക്കുന്നത്.
സമീപത്ത് നിരവധി വീടുകളുമുണ്ട്. പകൽ സമയങ്ങളിൽ ശക്തമായ ചൂടും അനുഭവപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായും ഇവിടെ നിന്ന് ലോറി മാറ്റണമെന്ന് നാട്ടുകാർ ബന്ധപ്പെട്ട അധികൃതരോട് നിരവധി തവണ ആവശ്യപ്പെട്ടു. ഇത് വാഹന ഗതാഗതം തുടർച്ചയായിട്ട് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് ഉടൻ ഈ ഗ്യാസ് എന്തെങ്കിലും തരത്തിൽ പൊട്ടിത്തെറിച്ചാൽ ഞങ്ങൾക്ക് നമ്മളെ അടുത്ത വീട്ടുകാർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് എത്രയും വേഗം പോലീസ് അധികൃതർ ഇതിനു വേണ്ടി നടപടിയെടുത്ത് അത് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ നാട്ടുകാരുടെ അഭ്യർത്ഥന മാനിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകുന്നില്ല. തങ്ങൾ ഏറെ ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. മംഗലാപുരത്ത് നിന്നും വയനാട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ കയറ്റി പോകുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയിലെ ഗ്യാസ് സിലിണ്ടറുകൾ വയനാട്ടിലാണ് എത്തിക്കേണ്ടത്. അടിയന്തരമായി ലോറി ഇവിടെ നിന്ന് മാറ്റാൻ നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മണിയറയിൽ കോൺഗ്രസ് പ്രവർത്തകനായ കോളേജ് അധ്യാപകനു നേരെ അക്രമം. മണിയറ സ്വദേശിയും മാടായി കോളേജിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനുമായ പി രജിത് കുമാറിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. അക്രമത്തിനു പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് കോൺഗ്രസ് പ്രവർത്തകനും മണിയറ സ്വദേശിയും മാടായി കോളേജിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനും KPCTA സംസ്ഥാന കൌൺസിൽ അംഗവുമായ രജിത് കുമാറിനെതിരെ അക്രമമുണ്ടായത്. മണിയറ പൂമാല ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി കൂടിയായ രജിത് കുമാർ ക്ഷേത്രത്തിൽ നിന്നും രാത്രി 10 മണിയോടെ വീട്ടിലേക്ക് ബൈക്കിൽ പോകുമ്പോഴായിരുന്നു ഒരു സംഘം ആളുകൾ തടഞ്ഞു നിർത്തി മർദ്ദിച്ചത്. പരിക്കേറ്റ രജിത് കുമാറിനെ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അക്രമത്തിനു പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോളേജ് അധ്യാപകനായ രജിത്ത് മാഷെ രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സംഘം മാർക്സിസ്റ്റുകാർ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കാരണം ആദ്യം 2 ആൾ വന്നു, അദ്ദേഹത്തെ വണ്ടി തടഞ്ഞു നിർത്തി. ബാക്കിയുള്ളവർ ഓടി വന്ന് കമ്പി വടി കൊണ്ട് അടിച്ചു കൊല്ലട എന്ന് ഉദ്ദേശിക്കുകയും ഒരാൾ അടിക്കുകയും ചെയ്തു. അപ്പോൾ അടിച്ചു കൊല്ലാനാണ് ശ്രമിച്ചത്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും പയ്യന്നൂരും പരിസരത്തും CPM കോൺഗ്രസ് പ്രവർത്തകരെ ഭീകര താണ്ഡവമായി വർദ്ധിക്കുകയാണ്. ഇന്നലെ രാത്രിയിലും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ രജിത്ത് മാഷെ അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബൈക്ക് തടഞ്ഞു നിർത്തി CPMന്റെ ഗുണ്ടകൾ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ഇപ്രാവശ്യം കള്ളവോട്ടിന് നേതൃത്വം നൽകിയ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ച കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിന് ശേഷവും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വ്യാപകമായ ആക്രമണമാണ് CPM അഴിച്ചുവിടുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പ്രതികരണമുണ്ടാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാസങ്ങൾക്ക് മുൻപ് ടാങ്കർ അപകടത്തെ തുടർന്ന് തകർന്ന പഴയങ്ങാടി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിച്ചില്ല. പ്രദേശത്ത് അപകടങ്ങൾ പതിവാകുന്നു. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം വ്യാപകം. KSTP റോഡിൽ പഴയങ്ങാടി പാലത്തിന് മുകളിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞ അപകടം നടന്നിട്ട് മാസങ്ങളേറെയായി. അപകടത്തിൽ പഴയങ്ങാടി പാലത്തിന്റെ കൈവരികളും മറ്റും തകർന്നിരുന്നു. കോൺക്രീറ്റ് ഭാഗങ്ങൾ പാലത്തിന് താഴേക്ക് തൂങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. പാലത്തിന്റെ ബീമുകൾ പൊട്ടി കാറിന് മുകളിൽ വീണ നേരത്തെ അപകടമുണ്ടായിട്ടുണ്ട്. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആളപായം ഇല്ലാതിരുന്നത്. പാലത്തിന് മുകളിലൂടെ കടന്നുപോകുന്ന വിവിധ കമ്പനികളുടെ കേബിളുകൾ അടങ്ങിയ പൈപ്പുകൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയാണ്. ഇതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. രാത്രിയായാൽ ഇവിടെ തെരുവ് വിളക്കുകൾ പ്രകാശിക്കാറില്ല. അതുകൊണ്ട് തന്നെ അപകട സാധ്യത ഇരട്ടിയാകുന്നു. താവം പള്ളിക്കര പ്രദേശത്തെ ആളുകൾ പാലത്തിനു മുകളിലൂടെ കാൽനടയായി സഞ്ചരിച്ചാണ് കടന്നു പോകുന്നത്. കൈവരികളില്ലാത്തതിനാൽ ഏറെ ഭീതിയോടെയാണ് ആളുകൾ ഇതുവഴി കടന്നു പോകുന്നത്. നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 2 മാസങ്ങൾക്ക് മുമ്പ് രാത്രി ഏകദേശം പുലർച്ചയ്ക്ക് ടാങ്കർ ലോറിയും ഒരു ടെമ്പോയും കൂടെ കൂട്ടിയടിച്ചിട്ട് നമ്മുടെ പഴയങ്ങാടിയിലെ ഈ പാലത്തിൻ്റെ അവിടെ ഒരു വൻ ദുരന്തം ഉണ്ടായിട്ടുണ്ട്.
രാവിലെ തന്നെ അത്യാവശ്യം എല്ലാ ജനങ്ങളും വന്നു, എല്ലാ ചാനലുകാരും വന്നു. വലിയൊരു വാർത്തയായിരുന്നു, വലിയൊരു ദുരന്തമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഇവിടെയുള്ള വീട്ടുകാർക്കൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഈ ഒരു വലിയൊരു ദുരന്തം സംഭവിച്ച സമയത്ത് ഈ കാണുന്ന നമ്മുടെ പഴയങ്ങാടി പാലത്തിൻ്റെ കൈവരി കംപ്ലീറ്റ് ആയിട്ട് തകർന്നിട്ട് അതിനുശേഷം ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ചാനലുകളും വാർത്തകളും എല്ലാം വന്നതിന് ശേഷം ഈ ദുരന്തം എത്രയും നമ്മുടെ നാട്ടിലെ എല്ലാവരും കൂടെ മാക്സിമം സപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കപ്പുറം നമ്മളിവിടെയുള്ള ആ ഒരു യാത്രാ ദുരിതം അവസാനിപ്പിച്ചുകൊണ്ട് അതിനൊരു പോംവഴി കണ്ടെത്തി. പക്ഷേ അതിൽ രാഷ്ട്രീയക്കാരടക്കം എല്ലാ തരത്തിലുള്ള ആൾക്കാരും അതിൽ ഇൻവോൾവ് ആയിരുന്നു. ഈ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പഴയങ്ങാടി പാലത്തിൻ്റെ ഈ പൊട്ടിപ്പൊളിഞ്ഞ കൈവരി ഇന്നും ഇതേ അവസ്ഥയിലാണ്. ഒരു റിബൺ പോലും കെട്ടിയിട്ട് ഇങ്ങനൊരു അപകടം ഇതിലുണ്ട് എന്ന് കാണിക്കാൻ പോലും പിന്നീട് ആരും വന്നിട്ടില്ല. മീൻസ് വേറൊന്നുമില്ല, ഒരു ദുരന്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചർച്ചകളും വാർത്തകളൊക്കെ കഴിഞ്ഞാൽ ഇനി വേറൊരു ദുരന്തം അതേ സ്ഥലത്ത് ഉണ്ടാവണം. അപ്പോഴാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു സംഭവം ബാലൻസ് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മളെ പഴയങ്ങാടി ഈ പാലം. ഇപ്പോൾ കാണാം, നമ്മൾ അതിലൂടെ പോകുമ്പോൾ കാണാം, അന്ന് ദുരന്തം സംഭവിച്ചപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് കൈവരി ഒടിഞ്ഞു. ഇനി അതിലൂടെ പോകുന്ന ആൾക്കാർ വീഴാൻ സാധ്യതയുണ്ട്. വണ്ടികൾ ചിലപ്പോൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊന്ന് പാളിക്കഴിഞ്ഞാൽ പുഴയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതേ അവസ്ഥയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. ഇനി ഒരു ദുരന്തം കൂടെ ഇവിടെ വരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത്. വീണ്ടും ഒരു അപകടത്തിനായി കാത്തു നിൽക്കരുത് എന്നാണ് യാത്രക്കാർ പറയുന്നത്. മാസങ്ങൾക്ക് മുൻപ് ടാങ്കർ ലോറി ഇടിച്ച് തകർന്നതാണ് പഴയങ്ങാടി പാലത്തിൻ്റെ ഈ കൈവരികൾ. ഇതുവരെ പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. സ്ഥലത്തെ MLAയും MP യും ജനപ്രതിനിധികളെല്ലാം 100 വട്ടം ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അവരാരും ഈ ദൃശ്യങ്ങൾ ഇതുവരെ കണ്ടില്ലെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? പഴയങ്ങാടി പാലത്തിന് മുകളിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത നാരായണനെയും കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെയും തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. അന്നൂർ അമ്പലപരിസരത്ത് നടന്ന യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിലെ CPMകാർക്ക് പ്രത്യേകിച്ച് ഒരു പ്രാധാന്യവും പോളിംഗ് സ്റ്റേഷനിൽ ഇല്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് പറഞ്ഞു. എന്നിട്ടും തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ ഇത്തരം ചെയ്തികൾ ഇവർ കാട്ടിക്കൂട്ടുകയാണ്. CPMന്റെ ചിഹ്നം പോകാറായിട്ടും ആ യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത പൊട്ടക്കിണറിലെ തവളകളാണ് അന്നൂരിലും കാറമേലും ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യമായിട്ടൊന്നുമല്ല ഞങ്ങളിത് പറയുമ്പോ വലിയ ആശ്ചര്യത്തോടെയോ വലിയ പുതിയ സംഭവം പോലെയല്ല, നിങ്ങൾ എല്ലാ കാലത്തും ചെയ്തു വരുന്നതാണ്. പക്ഷേ ആ കാലമൊക്കെ മാറിയടോ, കാലം മാറി. നിന്റെ പാർട്ടി ദുർബലമായി. ഈ രാജ്യത്തിനകത്ത് സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയകളാണ് രാജ്യത്ത് നടന്നതെങ്കിൽ ഈ രാജ്യത്ത് തെക്കോട്ടെടുക്കാൻ പോകുന്ന, കുടിയിലേക്കെടുക്കാൻ പോകുന്ന, രാജ്യത്ത് അവസാനിക്കാൻ പോകുന്ന ഒരു ചിഹ്നമായി നിന്റെ അന്നൂരിലെ ഈ മതിലെഴുതിയിരിക്കുന്ന നിന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം അത് മാറിപ്പോയി. നിയോജക മണ്ഡലം ഉപാധ്യക്ഷൻ അരുൺ ആലയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി പ്രണവ് തട്ടുമൽ, ദിലിൻ വിത്തൻ, ഭരത് DP, പ്രണവ് കരേള, ആത്മജ നാരായണൻ, കോൺഗ്രസ് നേതാക്കളായ K ജയരാജ്, A രൂപേഷ്, M ഉമ്മർ, പ്രശാന്ത് കോറോം തുടങ്ങിയവർ സംബന്ധിച്ചു. അന്നൂർ ആലിൻകീഴിൽ മുതൽ അമ്പല പരിസരം വരെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. INTUC പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി മെയ്ദിന റാലി സംഘടിപ്പിച്ചു. INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. INTUC പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി മെയ്ദിന റാലി സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് KV മോഹനന്റെ നേതൃത്വത്തിൽ നടന്ന റാലി INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നേതാക്കളായ M രാമകൃഷ്ണൻ, പ്രമോദ് പയ്യന്നൂർ, ചുമട്ടുതൊഴിലാളി യൂണിയൻ നേതാക്കളായ K വിജയൻ, നാരായണൻ കുഞ്ഞിമംഗലം, ലോട്ടറി തൊഴിലാളി യൂണിയൻ നേതാവ് തമ്പാൻ, പയ്യന്നൂർ INTUC നേതാവ് CK വിനോദ്, കോൺഗ്രസ് നേതാവ് പിലാക്കൽ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോകമെങ്ങുമുള്ള തൊഴിലാളികളുടെ ദിനമായാണ് മെയ് ദിനം അഥവാ തൊഴിലാളി ദിനം ആഘോഷിക്കുന്നത്. 80ഓളം രാജ്യങ്ങളിൽ മെയ് ദിനം പൊതു അവധിയായി ആചരിക്കുന്നു.
1886 അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ഹേയ് മാർക്കറ്റ് കൂട്ടക്കൊലയുടെ സ്മരണാർത്ഥമാണ് മെയ് ദിനം ആചരിക്കുന്നത്. സമാധാനപരമായി യോഗം ചേരുകയായിരുന്ന തൊഴിലാളികളുടെ നേർക്ക് പോലീസ് നടത്തിയ വെടിവയ്പായിരുന്നു ഹേ മാർക്കറ്റ് കൂട്ടക്കൊല. 1904 ആംസ്റ്റർഡാമിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിന്റെ വാർഷിക യോഗത്തിലാണ് 8 മണിക്കൂർ ജോലി സമയമാക്കിയതിന്റെ വാർഷികമായി മെയ് 1 തൊഴിലാളി ദിനമായി കൊണ്ടാടുവാൻ തീരുമാനിച്ചത്. സാധ്യമായ എല്ലായിടങ്ങളിലും തൊഴിലാളികൾ മെയ് 1 ജോലികൾ നിർത്തിവെക്കണമെന്നുള്ള പ്രമേയം യോഗം പാസാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ ദിനേശ് ബി ഡി ബ്രാഞ്ചിൽ നിന്നും 40 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന തൊഴിലാളികൾക്ക് യാത്രയയപ്പ് നൽകി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ദിനേശ് ബി ഡി ബ്രാഞ്ചിൽ നിന്നും 40 വർഷത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയയപ്പ് നൽകി. MU രാധാമണി, TV വാസന്തി, B രുക്മിണി, VV സുലോചന, U ശോഭന, K ഓമന എന്നീ തൊഴിലാളികൾക്കാണ് യാത്രയയപ്പ് നൽകിയത്. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ തൊഴിലാളികൾക്ക് സ്നേഹോപഹാരം നൽകി. 42,000 തൊഴിലാളികൾ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലായിട്ട് പണിയെടുത്തിരുന്നു. ലോകത്തിലെ തന്നെ മാതൃകയായിട്ടുള്ളൊരു പിടി സഹകരണ സ്ഥാപനമായിരുന്നു നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയ സ്ഥാപനം എന്ന് പറയുന്നത്. EMF മുഖ്യമന്ത്രിയായിരിക്കുന്ന അവസരത്തിലാണ് ഗണേശ് പിടി കമ്മിറ്റി ഇരുന്ന് അടച്ചുപൂട്ടിപ്പോയി. MV പ്രഭാകരൻ, M ഗോവിന്ദൻ, KV സുമതി, CV സുമ, TP ലീല തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സാർവദേശീയ തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി മണ്ടൂരിൽ മെയ് ദിന റാലിയും പൊതുയോഗവും നടന്നു. ചുമടുതാങ്ങിയിൽ നിന്ന് മണ്ടൂരിലേക്ക് നടന്ന മെയ് ദിന റാലിയിൽ നിരവധി പേർ അണിനിരന്നു. സാർവദേശീയ തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി മണ്ടൂരിൽ മെയ് ദിന റാലി നടന്നു. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ചുമടുതാങ്ങിയിൽ നിന്നും ആരംഭിച്ച റാലിയിൽ നിരവധി പേർ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുയോഗം AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് KV ബാബു ഉദ്ഘാടനം ചെയ്തു. മുതലാളിമാരുടെ കടുത്ത ചൂഷണം അന്നത്തെ ചിക്കാഗോയിലെ അമേരിക്കയിലെ വലിയ വ്യവസായം എന്നുള്ളത് റെയിൽവേയാണ്. ആ റെയിൽവേയുടെ സ്ഥിതി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഈ ഇരുമ്പിനോട് മല്ലടിച്ചുകൊണ്ട് കുട്ടികളും മുതിർന്നവരെല്ലാം തന്നെ അംഗവൈകല്യം സംഭവിച്ചവർ. ഒരു തൊഴിലാളിയുടെ ആയുധൈക്യം എന്ന് പറയുന്നത് 30 വയസ്സായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ടു. 30 വയസ്സ് വരെ അതിൽ ജീവിക്കാൻ വേണ്ടി പറ്റും. അത്രയും വലിയ പ്രയാസകരമായ ഒരു ജീവിത ചുറ്റുപാടിൽ ജീവിക്കുന്ന തൊഴിലാളികളുടെ ഇനിയിങ്ങനെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല. 8 മണിക്കൂറായി ഞങ്ങളുടെ ജോലി സമയം ക്ലിപ്തപ്പെടുത്തണം. 8 മണിക്കൂർ വിനോദത്തിനും വിശ്രമത്തിനും വേണ്ടി മാറ്റിവെക്കണം. യോഗത്തിൽ C മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. K പത്മനാഭൻ, EP ബാലകൃഷ്ണൻ, PP ദാമോദരൻ, IV ശിവരാമൻ, V വിനോദ്, M ബാലകൃഷ്ണൻ, CM വേണുഗോപാലൻ, P കുഞ്ഞിക്കണ്ണൻ, MC ഹരിദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ താപ്പിടിയൊരുക്കി കാങ്കോൽ കൊയ്യമലെ കപ്പണക്കൽ ഭവാനിയമ്മ. കർഷക ഭവനങ്ങൾക്കു മുന്നിൽ നെൽക്കതിർ കൊണ്ട് വിതാനം തൂക്കിയിടുന്നത് പഴയകാല പ്രതാപത്തിന്റെ ചിഹ്നമായിരുന്നു. വിളഞ്ഞു നിൽക്കുന്ന കതിർ ഉണങ്ങുന്നതിനു മുന്നേ കൊയ്തെടുത്താണ് താപ്പിടി തയ്യാറാക്കുന്നത്. കൃഷി ഉപജീവനമാർഗമായി മാറുന്നതോടൊപ്പം കലയും കവിതയുമായി മാറുകയാണിവിടെ. കൃഷിയുമായി ബന്ധപ്പെട്ട് അനേകം കലാപ്രവർത്തനങ്ങൾ പഴയ കാലത്തുണ്ടായിരുന്നു. അതിലൊന്നാണ് താപ്പിടി നിർമ്മാണം. നല്ല ക്ഷമാശീലമുള്ളവർക്കേ താപ്പിടി കെട്ടാനാകൂ. ഞാൻ ആക്കലുണ്ട്, വീട്ടിൽ ഇവരെ അയച്ചാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ആക്കി കൊടുക്കലുണ്ട്. മുമ്പേ ഞാൻ ഇതാക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് ആക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ആക്കുന്നതാണ്, എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി. കൊയ്ത്തുകാലത്ത് വീടിന്റെ ഉമ്മറത്ത് തൂക്കിയിടുന്ന താപ്പിടികൾ ക്ഷാമകാലത്ത് ഉപയോഗിക്കാനുള്ളതാണ്. വരിക്ക എന്നും ചില സ്ഥലങ്ങളിൽ താപ്പിടിക്ക് പേരുണ്ട്. ചക്കയും മാങ്ങയും മുമ്മാസം, താളും തകരയും മുമ്മാസം, ചേമ്പും ചേനെ മുമ്മാസം, വരിക്കയും കൂട്ടി മുമ്മാസം എന്ന് ചൊല്ലുണ്ട്. എല്ലാം കഴിഞ്ഞാൽ അലങ്കാരമായി തൂക്കിയിടുന്ന വരിക്കയും കൂട്ടി വെച്ചുണ്ടെന്ന ക്ഷാമകാലത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്നും ഇത് ചെയ്യുന്നത് കാങ്കോലിൽ കപ്പണക്കൽ ഭവാനിയമ്മ മാത്രമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചുവപ്പു വസന്തം വിതറി ഗുൽമോഹർ പൂത്തുനിൽക്കുന്ന കാഴ്ചയാണ് നാടെങ്ങും.
ഏപ്രിൽ മാസം അവസാനത്തോടെ പൂത്തു തുടങ്ങുന്ന ഇവയെ സാധാരണയായി മെയ്ഫ്ലവർ എന്നാണ് പറയാറ്. പാതയോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഇപ്പോൾ മെയ്ഫ്ലവർ പൂത്തുനിൽക്കുന്ന കാഴ്ചയാണ്. പാതയോരങ്ങളിൽ ചുവന്ന പട്ടുവിരിക്കുന്ന ഇവയ്ക്ക് ഗുൽമോഹർ എന്നും പേരുണ്ട്. വേനൽക്കാലത്ത് പൂക്കുകയും മഴയെത്തുന്നതോടെ പൂക്കൾ പൊഴിയുകയും ചെയ്യുന്ന ഒരു മരമാണ് ഗുൽമോഹർ. ഡെലോനിക്സ് റീജിയ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. അലങ്കാരത്തിനായും തണൽ മരമായും വച്ചുപിടിപ്പിക്കുന്ന ഇതിന്റെ തടി തീരെ ദുർബലമായ ഒന്നാണ്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. സാർവദേശീയ തൊഴിലാളി ദിനം. ഈ തൊഴിലാളി ദിനത്തിൽ തുന്നൽ തൊഴിലാളികളുടെ ഭാവി അത്ര സുരക്ഷിതമല്ല. ഇന്ത്യയിലെ വീടുകളിൽ 6ൽ 1 ഭാഗം തുന്നൽ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണെന്നാണ് കണക്കുകൾ പറയുന്നത്. തുന്നൽ തൊഴിലാളികളിൽ സ്വന്തമായി ഷോപ്പുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നീങ്ങാം. എങ്കിലും ഇവരും നേരിടുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങളുടെ കടന്നുകയറ്റം ഈ മേഖലയെ വല്ലാതെ ബാധിച്ചു കഴിഞ്ഞു. എല്ലാ ദിവസവും ജോലി ചെയ്താലും ഒന്നും മിച്ചമില്ലാത്ത അവസ്ഥയാണ് ഇവരുടേത്. കടകളിൽ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നവരുടെ കാര്യവും ദയനീയമാണ്. അതിൻ്റെ നിക്കറായാലും എല്ലാവർക്കും പെൺകുട്ടികളെ പാവാട അതുപോലെ തന്നെ പറ്റിക്കൂട്ട് എല്ലാം നമ്മൾ തുന്നി കൊടുക്കേണ്ടതിന് പകരം ഇപ്പം എല്ലാം റെഡിമെയ്ഡിലേക്ക് വന്നു. അതാത് സമയത്ത് പോയി വാങ്ങാൻ പറ്റുന്ന തരത്തിലേക്ക് വന്നതുകൊണ്ട് ഈ തൊഴിലാളികളെ തീരെ അവഗണിക്കുന്ന നിലയിലേക്ക് സമൂഹം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. തുച്ഛമായ വേതനമാണ് ഇവർക്ക് ലഭിക്കുക. മറ്റൊരു തൊഴിലും അറിയാത്തതുകൊണ്ട് ഈ ജോലി ചെയ്തു വരുന്നുവെന്ന് മാത്രം. ജീവിതം തുന്നിച്ചേർക്കാൻ പാടുപെടുന്ന ഇവർക്ക് മിനിമം കൂലി പോലും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രംഗത്തേക്ക് പുതിയതായി പുരുഷന്മാർ കടന്നു വരുന്നില്ല. ഈ തലമുറയോടെ തുന്നൽ മേഖലയിലെ പുരുഷവർഗം അപ്രത്യക്ഷമായേക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പിലാത്തറ വ്യാകുലമാത ഫെറോന ദേവാലയ തിരുനാൾ മഹോത്സവം മെയ് 2 വ്യാഴാഴ്ച സമാപിക്കും. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി നഗരപ്രദക്ഷിണം നടന്നു. പിലാത്തറ വ്യാകുലമാത ഫെറോന ദേവാലയത്തിലെ തിരുനാൾ മഹോത്സവത്തിന് സമാപനമായി. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി നഗരപ്രദക്ഷിണം നടന്നു. പള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ബാൻഡ് മേളത്തിന്റെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ നടന്ന നഗരപ്രദക്ഷിണം ചുമടുതാങ്ങി വഴി പിലാത്തറ ടൗൺ ചുറ്റി പള്ളിയിൽ സമാപിച്ചു. ഇടവക വികാരി ഫാദർ ബെന്നി മണപ്പാട്ട് നേതൃത്വം നൽകി. സമാപന ദിവസം നടക്കുന്ന കൃതജ്ഞതാ ബലിക്ക് ഫാദർ പ്രിൻസ് നെല്ലരിയിൽ കാർമ്മികത്വം വഹിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുന്നരൂർ സോക്കർ ക്ലബ്ബ് സംഘടിപ്പിച്ച 3ാമത് ഫുട്ബോൾ ടൂർണമെന്റ് സോക്കർ സൂപ്പർ കപ്പിന്റെ 9ാം ദിവസം ആദ്യ ക്വാർട്ടർ ഫൈനലിൽ FC പുഞ്ചക്കാടിനെ 2-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അൽഹുദ FC കരമുട്ടം വിജയിച്ചു. സോക്കർ സൂപ്പർ കപ്പ് ആദ്യ ക്വാർട്ടർ ഫൈനലിൽ FC പുഞ്ചക്കാടിനെ 2-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അൽഹുദ FC കരമുട്ടം വിജയിച്ചു. തൈക്കൊണ്ടോയിൽ സ്റ്റേറ്റ് നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റായ സാംപുളിക്കോട്ടിൽ സഖറിയ, സ്പോർട്ട്ഹുഡ് യങ് ബ്ലാസ്റ്റേഴ്സ് അക്കാദമി കോച്ച് KP അക്ഷയ് എന്നിവർ വിശിഷ്ടാതിഥികളായി കളിക്കാരെ പരിചയപ്പെട്ടു. സോക്കർ ക്ലബ്ബ് ട്രഷറർ PV രാകേഷ്, സ്പോർട്സ് കമ്മിറ്റി അംഗവും പ്രമുഖ പാലിയേറ്റീവ് പ്രവർത്തകരുമായ കൊയക്കിൽ കൃഷ്ണൻ എന്നിവർ കളിക്കാരെ പരിചയപ്പെടുന്നതിനായി വിശിഷ്ടാതിഥിയെ അനുഗമിച്ചു. AHFC കരമുട്ടത്തിന്റെ അജ്വാഷി ഹീറോ ഓഫ് ദ മാച്ചിനുള്ള പുരസ്കാരം സ്പോർട്സ് കമ്മിറ്റി അംഗം വെള്ളാച്ചേരി അശോകനിൽ നിന്നും ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനം. തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ മെയ് ദിന റാലിയും പൊതുയോഗവും നടത്തി. CITUവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ പെരുമ്പ കേന്ദ്രീകരിച്ച് നടത്തിയ മെയ് ദിന റാലി CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. INTUC പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മെയ് ദിന റാലി INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പുന്നച്ചേരിയിൽ അപകടത്തിൽപ്പെട്ട ഗ്യാസ് സിലിണ്ടർ ലോറി അപകട സ്ഥലത്തു നിന്നും മാറ്റിയില്ല. ഭീതിയോടെ നാട്ടുകാർ. പുന്നച്ചേരി പെട്രോൾ പമ്പിന് മുന്നിൽ റോഡരികിലാണ് ലോറി പാർക്ക് ചെയ്തിരിക്കുന്നത്. സ്ഫോടന സാധ്യതയുള്ള ഗ്യാസ് സിലിണ്ടർ ലോറി ജനവാസ കേന്ദ്രത്തിൽ പാർക്ക് ചെയ്തത് ജനങ്ങളുടെ വ്യാപക പ്രതിഷേധത്തിന് കാരണമാകുന്നു. കാനായി മണിയറയിൽ കോൺഗ്രസ് പ്രവർത്തകനായ കോളേജ് അധ്യാപകനു നേരെ അക്രമം. മണിയറ സ്വദേശിയും മാടായി കോളേജിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനുമായ P. രജിത് കുമാറിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. അക്രമത്തിന് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മാസങ്ങൾക്ക് മുൻപ് ടാങ്കർ അപകടത്തെ തുടർന്ന് തകർന്ന പഴയങ്ങാടി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിച്ചില്ല.
പ്രദേശത്ത് അപകടങ്ങൾ പതിവാകുന്നു. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം വ്യാപകം. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.